നോക്കൂ അഭിലാഷേ, ഒരു രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് അധികാരത്തിലെത്തുന്നത് തോന്നിയാൽ അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും രാഷ്ട്രീയത്തിലെ നേതാക്കൾ അവർക്കൊപ്പം നിൽക്കുന്നവരുടെ തലയെണ്ണാൻ ശ്രമിക്കും. തർക്കമില്ല. CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നപ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും പോയിട്ട് മുന്നിലിരുന്ന് എന്തിനാണ് അദ്ദേഹത്തിന് താല്പര്യമുള്ള സെക്രട്ടറിമാരെ ആക്കാൻ? അതിന്റെ ഗുണം അദ്ദേഹത്തിന് ഉണ്ടായി. ഇന്ന് ശ്രീ ഗോവിന്ദൻ മാഷ് താങ്കൾ നടത്തിയ ഇന്റർവ്യൂ ഉണ്ടല്ലോ, അഭിലാഷ് നടത്തിയ ഇന്റർവ്യൂവിൽ എന്താ പറഞ്ഞേ? പിണറായി തന്നെ മൂന്നാം ഗവൺമെന്റിനെ നയിക്കും എന്ന് വെച്ചാൽ എന്താണ്? അവിടെ അധികാരത്തിൽ അവര് ജയിച്ചു വരികയാണെങ്കിൽ എല്ലാവരും പിണറായിയെ പിന്തുണയ്ക്കുള്ളൂ. അത് നേരത്തെ പറഞ്ഞു ഗോവിന്ദൻ മാഷ്. അപ്പൊ പിന്നെ കോൺഗ്രസിന്റെ കാര്യം എന്തിനാ ചോദിക്കുന്നേ? ഇവിടെ ജേക്കബ് ജോർജ് പറഞ്ഞല്ലോ ഇങ്ങനെ താല്പര്യം, ശരിയാണ്, താല്പര്യം ഉണ്ടാവും. KK ശൈലജ എന്തിനാ വടകരയ്ക്ക് പറഞ്ഞയച്ചത്? അതുപോലെ കോൺഗ്രസ് പറഞ്ഞയക്കില്ല. വടകരയിലൊക്കെ പറഞ്ഞയച്ചത് എന്തിനാ? തോൽപ്പിക്കാൻ. ഇപ്പൊ പേരാവൂരിലൊക്കെ പറഞ്ഞയച്ചത് എന്തിനാ? തോൽപ്പിക്കാൻ. അതുപോലെ കോൺഗ്രസ് പറഞ്ഞയക്കില്ല. സനോജ് മത്സരിക്കുന്നുണ്ടല്ലോ മറ്റേ മട്ടന്നൂര്. എന്താണ് സനോജിനെ തളിപ്പറമ്പിലെ മത്സരിപ്പിച്ചിട്ട് ശ്യാമള ടീച്ചർ എന്താ, ഗോവിന്ദ മാഷ ഭാര്യ എന്താ പേരാവൂരിലെ സണ്ണി ജോസഫിനെ തോൽപ്പിക്കാനായിട്ട് വിടാഞ്ഞത്? അപ്പൊ DYFI നേതാവിനെ, ഒരു സണ്ണി ജോസഫിനെ തോൽപ്പിക്കാനുള്ള ഒരു കരുത്തില്ലേ? അതാണ് ഈ പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഇവിടെ CPM-ലെ ശ്രീ ഗോവൻ, നമ്മളെ കോൺഗ്രസിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ CPM-ൽ 10 വർഷത്തെ ഭരണം കഴിഞ്ഞപ്പോ സംഭവിക്കുന്ന എന്താണ് ശ്രീ ഗോവൻ? ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നതിലെ ഒരു ഘടകം ഈ CPM-ലെ നേതാക്കളുടെ വരവാണ്, ഒഴിഞ്ഞുപോക്കാണ്. കാരണം അവരെ സ്വീകരിക്കാതെ പറ്റുമോ? സ്വീകരിക്കാന്ന് വെച്ചാൽ എന്തിനാ? സ്ഥാനാർത്ഥിയാക്കാനല്ല. കാരണം ഒരു ഭരിക്കുന്ന പാർട്ടിയിൽ അസ്വസ്ഥത ഉണ്ടായിട്ട് ഒരുപാട് പ്രമുഖ നേതാക്കൾ, നിസ്സാരക്കാരല്ല, മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് സെക്രട്ടറി അല്ല, വലിയ വലിയ നേതാക്കൾ പുറത്തേക്ക് വരുമ്പോൾ അവരെ സ്വീകരിച്ചുകൊണ്ട് ആ പാർട്ടിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു കർത്തവ്യമാണ്, സൂത്രമൊന്നുമല്ല, ഒരു കടമയാണ്. കാരണം ഈ ഭരണപക്ഷത്തെ തോൽപ്പിക്കാനായിട്ട് ആ പാർട്ടിയെ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നവരെ ഉപയോഗിച്ചുകൊണ്ട് ശിഥിലമാക്കുക എന്നൊരു തന്ത്രമുണ്ട്. അത് കോൺഗ്രസ് വഹിച്ചും. അത് നിങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. MM മണി എന്താ മാതൃഭൂമി ചാനലിനോട് പറഞ്ഞത്? സുധാകരന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി തെറ്റായി പോയി. സുധാകരനുമായിട്ട് നേതാക്കൾ ചർച്ച നടത്തണമായിരുന്നു. സുധാകരൻ ഫൈറ്ററാണ്, ഇല്ലേ അഭിലാഷേ? പറഞ്ഞില്ലേ മാതൃഭൂമിയില്? പറഞ്ഞില്ലേ? ആരാ പറഞ്ഞ? MM മണി. എന്നാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, 2 ദിവസമായി ഉണ്ടാവും. പറഞ്ഞില്ലേ? ഇന്നലെ TK ഗോവിന്ദൻ ചെറിയ ആളാണോ? TK ഗോവിന്ദൻ ഇന്ന് മര്യാദയ്ക്ക് അദ്ദേഹത്തെ പാർട്ടി അംഗീകരിച്ചെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ആവേണ്ട ആളല്ലേ? ഗോവിന്ദൻ മാഷ് ഏരിയ കമ്മിറ്റി മെമ്പർ ആയിരിക്കുമ്പോഴല്ലേ അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയത്? എന്താ അദ്ദേഹം കണ്ണൂർ സെക്രട്ടറി ആകാതിരുന്നത്? എന്താണ് SFL നിന്ന് വന്ന KK രാകേഷിനെ സെക്രട്ടറി ആക്കിയത്? അതാ പാർട്ടിയിൽ പിണറായി വിജയന്റെ ഇത് കൂട്ടാനായിട്ട്. അല്ലെങ്കിൽ എന്താ മുതിർന്ന നേതാക്കളെ സെക്രട്ടറി ആക്കാതിരുന്ന എന്തുകൊണ്ടാ? ഇതൊക്കെ ഒരുപാട് പറയാനുണ്ട്, പറയേണ്ടി വന്നാൽ ഒരുപാട് പറയേണ്ടി വരും. പക്ഷെ ഒരു വിഷയമുണ്ട് കോൺഗ്രസില്, ഒറ്റ മിനിറ്റ്. കോൺഗ്രസില് അവരൊരു തീരുമാനം എടുത്തിട്ട് എന്താണ്? ഈ കേരളത്തിൽ ഒരു പുതിയ യാത്ര നടത്തി കഴിഞ്ഞാൽ ഒരു മാറ്റം വേണം. ആ മാറ്റത്തിന് അടിസ്ഥാനം ഉണ്ടാവണമെങ്കിൽ തർക്കമറ്റ ലിസ്റ്റ് പുറത്തിറക്കണം, പട്ടിക പൂർണ്ണമാകണം, ആരും ആക്ഷേപം ഉന്നയിക്കാൻ പാടില്ല. അപ്പൊ കുറച്ച് വൈകും. അങ്ങനെ വൈകി ഒരു പട്ടിക പുറത്തിറക്കുന്ന ഈ ആദ്യത്തെ ഭാഗം വന്ന ഒരു സമയത്ത് നമ്മൾ മറക്കരുത് എന്ത്? ആദ്യം പട്ടിക പുറത്തിറക്കി ബലൂൺ പറത്തിയവരെ, ഇവ എവിടെയാ ബലൂൺ പറത്തിയവരെ? അവരുടെ പാർട്ടിയുടെ അസ്വസ്ഥതയല്ലേ അഭിലാഷേ? ശരി, അതാണ് കോൺഗ്രസ് ശ്രമിക്കുന്ന കാര്യം.